നമസ്കാരം. ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. മുൻ മന്ത്രി തോമസ് ചാണ്ടിക്ക് കനത്ത തിരിച്ചടി. വൻതുക പിഴയടച്ചില്ലെങ്കിൽ ലേക്ക് പാലസ് റിസോർട്ട് പൊളിച്ചു കളയുമെന്ന് നഗരസഭ അറിയിച്ചിരിക്കുകയാണ്. 2.73 കോടി രൂപ പിഴ ഒടുക്കണമെന്നാണ് നഗരസഭാ സെക്രട്ടറി അറിയിച്ചിരിക്കുന്നത്. പിഴ എത്രയും വേഗം ഒടുക്കിയില്ലെങ്കിൽ റിസോർട്ട് പൊളിച്ചു കളയുന്നതടക്കമുള്ള നടപടിക്രമങ്ങളിലേക്ക് നഗരസഭയ്ക്ക് കടക്കാനാകും. റിസോർട്ടിലെ 32 കെട്ടിടങ്ങൾ അനധികൃതമായി നിർമ്മിച്ചതാണെന്ന് നഗരസഭ കണ്ടെത്തിയിട്ടുണ്ട്. കെട്ടിടങ്ങളുടെ നിർമ്മാണം അനധികൃതമാണെന്ന് ലേക്ക് പാലസ് റിസോർട്ടും നേരത്തെ തന്നെ സമ്മതിച്ചിട്ടുള്ള കാര്യവുമാണ്. ഇത് ഏറെ ശ്രദ്ധേയമാണ്. ഇവ ക്രമവൽക്കരിച്ച് കിട്ടാൻ റിസോർട്ട് അപേക്ഷയും നൽകി കാത്തിരിക്കുകയാണ്. അതിനിടയിലാണ് ഈ ഒരു താക്കീതുമായി നഗരസഭ രംഗത്തെത്തിയിരിക്കുന്നത്. ആലപ്പുഴയിലെ ലേക്ക് പാലസ് റിസോർട്ടിലേക്ക് വയൽ നികത്തി റോഡ് നിർമ്മിച്ചെന്ന പരാതിയിൽ തനിക്കും ബന്ധുക്കൾക്കുമെതിരായ എഫ്ഐആർ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് തോമസ് ചാണ്ടി ഹൈക്കോടതിയിൽ നൽകിയ ഹർജികൾ പിൻവലിച്ച ആഴ്ചകൾക്കുള്ളിലാണ് താക്കീതുമായി നഗരസഭ രംഗത്തെത്തിയത് എന്നതും ഏറെ ശ്രദ്ധേയമായ മറ്റൊരു കാര്യമാണ്. വാദം പൂർത്തിയാക്കി ഹൈക്കോടതി അടുത്ത ദിവസം വിധി പറയാനിരിക്കെയായിരുന്നു തോമസ് ചാണ്ടി ഹർജികൾ പിൻവലിച്ച് രംഗത്തെത്തിയത്. വിധി പ്രതികൂലമാകുമെന്ന് മുൻകൂട്ടി കണ്ടാണ് തോമസ് ചാണ്ടിയുടെ ഈ തന്ത്രപൂർവമായ നീക്കം ഉണ്ടായത്. ഹർജികൾ പിൻവലിക്കുന്ന കാര്യം തോമസ് ചാണ്ടിയുടെ അഭിഭാഷകൻ കോടതിയുടെ ശ്രദ്ധയിൽ പെടുത്തുകയായിരുന്നു. വയൽ നികത്തി വലിയകുളം മുതൽ സിറോ ജെട്ടി വരെ റോഡ് നിർമ്മിച്ചെന്ന് ആരോപിച്ച് രജിസ്റ്റർ ചെയ്ത കേസിൽ തോമസ് ചാണ്ടിയും ആലപ്പുഴ മുൻ കളക്ടറും ഉൾപ്പെടെ 22 പേർ പ്രതികളായിരുന്നു. കായൽ കയ്യേറ്റ കേസിൽ കോടതിയുടെ സമയം പാഴാക്കിയതിന് തോമസ് ചാണ്ടിക്ക് 25,000 രൂപ പിഴ ഒടുക്കിയായിരുന്നു കോടതി ഇക്കാര്യം തീർപ്പാക്കിയത്. ബന്ധപ്പെട്ട ഹർജികൾ പിൻവലിക്കാനും തോമസ് ചാണ്ടിക്ക് ഹൈക്കോടതി അനുമതി നൽകുകയായിരുന്നു. 10 ദിവസത്തിനകം പിഴ ഒടുക്കണമെന്നും കോടതി അന്ന് നിർദ്ദേശിച്ചിരുന്നു. നിലം നികത്തി റിസോർട്ടിലേക്ക് റോഡ് വെട്ടിയതുമായി ബന്ധപ്പെട്ട കേസിൽ തോമസ് ചാണ്ടിക്കും മറ്റ് ഉദ്യോഗസ്ഥർക്കുമെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്താൻ കോട്ടയം വിജിലൻസ് കോടതി നിർദ്ദേശം നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണവുമായി മുന്നോട്ട് പോവുകയായിരുന്നു വിജിലൻസ്. എന്നാൽ വിജിലൻസ് കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു തോമസ് ചാണ്ടി ഹൈക്കോടതിയിൽ ഹർജി നൽകിയത്. തോമസ് ചാണ്ടിയും ഉദ്യോഗസ്ഥരും അടക്കം 5 പേരാണ് ഹർജി നൽകിയത്. സുപ്രീം കോടതിയിൽ നിന്ന് പോലും മുതിർന്ന അഭിഭാഷകരെ കൊണ്ടുവന്നായിരുന്നു കേസിൽ തോമസ് ചാണ്ടി വാദം നടത്തിയത്. 6 മാസമായി കേസ് കോടതിയുടെ പരിഗണനയിലുമായിരുന്നു. ഇതിനിടയിലാണ് അഴിമതി കേസുകളുടെ എഫ്ഐആർ റദ്ദാക്കരുതെന്ന സുപ്രീം കോടതി നിർദ്ദേശം നിലവിൽ വരുന്നത്. അതിനാൽ ഹർജിയുമായി മുന്നോട്ട് പോകുന്നതിൽ ഇനി അർത്ഥമില്ലെന്ന് കണ്ടായിരുന്നു തോമസ് ചാണ്ടി ഹർജി പിൻവലിക്കുന്നതെന്നായിരുന്നു തോമസ് ചാണ്ടി അറിയിച്ചിരുന്നത്. എന്തായാലും പ്രശ്നങ്ങളൊക്കെ ഏറെക്കുറെ അവസാനിച്ചു എന്ന് കരുതിയിരിക്കുന്ന ഈ ഒരു സമയത്താണ് നഗരസഭ തോമസ് ചാണ്ടിക്ക് തിരിച്ചടി നൽകിക്കൊണ്ട് രംഗത്തെത്തുന്നത്.